ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ പുതിയ ചാനലാണ്. യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം. തയ്യാറാക്കാൻ പോകുന്ന ഒരു കപ്പയും കൊണ്ടൊരു പായസം ഉണ്ടാക്കാനാണ്. നമുക്ക് അത് നോക്കാം, അതിന്റെ എന്തൊക്കെയാ വേണ്ടിയെന്ന്. തയ്യാറാക്കാൻ പോകുന്ന ഒരു കപ്പയാണ്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചുക്ക്, ഏലക്ക പൊടിച്ചത്, മുന്തിരിങ്ങ, കശുവണ്ടി, തേങ്ങാപ്പാല്, ആദ്യത്തെ പാല്, രണ്ടാമത്തെ പാല്, ഒരു ശർക്കര. ആവശ്യത്തിന് നെയ്യുണ്ട്. നെയ്യും കൂടെ നമുക്ക് ശർക്കര പാനിയാക്കാനായിട്ട് നമുക്ക് വെള്ളം വെച്ച് ഈ ശർക്കര അതിനകത്തേക്ക് ഇടുക. അതൊന്ന് തിളക്കട്ടെ. ഇത് തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് അടുത്തായിട്ട് കപ്പ അടുപ്പേ വെക്കാം. കപ്പ അടുപ്പേ വെക്കാനായിട്ട് കുറച്ച് വെള്ളം അടുപ്പയിലിട്ട് വെച്ച് തിളക്കട്ടെ. ഇങ്ങോട്ട് വാരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കപ്പ നല്ലതായിട്ട് വെന്തതായിരുന്നു. അത് ഊറ്റി വെച്ചിരിക്കുക. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ആ കപ്പ വെള്ളമെല്ലാം തോർന്ന് നമ്മൾ കപ്പ ചീനച്ചട്ടിക്കകത്തോട്ട് നെയ്യ് ഒഴിച്ച് നല്ലതായിട്ട് വഴട്ടാനായിട്ട് ഇട്ടിരിക്കുകയാണ്. നല്ല ഒന്ന് വഴറ്റി എടുക്കാം. കപ്പ നെയ്യും എല്ലാം കൂടെ ഒന്ന് കപ്പയിലോട്ടൊന്ന് പിടിച്ച് കപ്പയ്ക്ക് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ശർക്കര പാനിയാക്കാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ പാനിയായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ഒന്ന് വെള്ളം പറ്റിക്കോട്ടെ. അതിനാണ് ഇങ്ങനെ ശർക്കര അടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കപ്പ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. കപ്പ മീൻ കൂടി ഇട്ടപ്പോൾ ഒരു ചെറിയ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ നെയ്ക്കകത്ത് കിടന്നു നെയ്യെല്ലാം കപ്പയിലോട്ടൊന്ന് പിടിച്ച് വേണമെങ്കിൽ നമുക്ക് ഒരു നുള്ളിൽ ഉപ്പും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എടുത്തോ അവനെ, നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനൊരു നുള്ളു ഉപ്പ് ഞാനങ്ങ് ഇടുക. കപ്പയല്ലേ ഒരു നുള്ളു ഉപ്പ്. ഇത് നമുക്ക് ഒന്നുകൂടെ ഇളക്കി നമ്മൾ നെയ്യ് ശർക്കര ഒഴിക്കുമ്പോഴത്തേന് കപ്പ ഒന്നുകൂടെ അങ്ങ് നല്ല കട്ടിയാകും. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഒന്ന് കപ്പയൊന്ന് മൂത്ത് നല്ലതായിട്ട് നെയ്യ് ഒന്ന് പിടിച്ച് അതെ ആ ശർക്കര ഒന്ന് ഇളക്കി കൊടുത്തു ഇടയ്ക്ക്. എന്നിട്ട് നമുക്ക് അരിപ്പയിലായിരിക്കും ഒഴിക്കാൻ കണ്ട് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടെ നമുക്ക് ഒഴിക്കാം. ഇനി നമുക്കത് നിന്ന് വേകുമ്പോഴത്തേന് നമുക്ക് കശുവണ്ടി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തെടുക്കാം. എനിക്കിതില്ല എനിക്കാ
സിമ്മിലോട്ട് ഇടുവാണ്. തീരെ സിമ്മിലോട്ട് ഇട്ടിട്ട് നമുക്ക് രണ്ടാം പാൽ നമുക്ക് തേങ്ങ പിഴിഞ്ഞ് വെച്ചേക്കുന്ന രണ്ടാം പാൽ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. രണ്ടാം പാൽ ഇങ്ങോട്ട്, ഒന്നാം പാൽ നമുക്ക് പിന്നീടാണ് ഒഴിച്ചു കൊടുക്കുവാണേ. ടീച്ചർ ഇടുവാണ്. ഒന്ന് ഇതായിട്ടുണ്ട്. രണ്ടാം പാൽ ഒഴിച്ച് കപ്പ നല്ലതായിട്ട് തീ നല്ലപോലെ സിമ്മിൽ കൂട്ടിയിട്ട് നമ്മൾ നല്ലതായിട്ട് ഇത് ആക്കി പറ്റിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ കപ്പയുടെ നിറമൊക്കെ ഒന്ന് മാറി അടയുടെ ഒരു സാമ്പിളിലായിട്ട് വന്നിട്ടുണ്ട്. നെയ്യും ശർക്കരയും എല്ലാം കപ്പ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ച് നമുക്ക് ഇളക്കാം. ഒന്നാം പാലും കൂടെ അങ്ങോട്ട് ഒഴിക്കുവാണേ. നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും കൂടെ നമുക്കിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പറങ്ങാണ്ടി അതിങ്ങോട്ട് ഇട്ടു. തീ ഓഫ് ചെയ്തു. ഇതെല്ലാം റെഡി, പായസം റെഡിയായി. നമുക്കിനി ഇതടുത്ത് ഒരു പാത്രത്തിലോട്ട് തണുക്കാൻ വേണ്ടി ഒഴിച്ചു മാറ്റി വെക്കാം.